ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിന്റെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിൽ, അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും ആ പൂമാലയൊക്കെ വിറ്റ പൈസയൊക്കെ ആയിട്ട് വന്നത് കണ്ടിട്ട് സഹിക്കാതെ നിൽക്കുന്ന നമ്മുടെ ചന്ദ്ര. അപ്പൊ അതാണ് ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്ന് ഞാൻ വീഡിയോ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ കഥ തന്നെയാണ് ഇന്ന് രാവിലെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീണ്ടും കേൾപ്പിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ ഓർത്താട്ടോ ഞാൻ രാവിലെ വീഡിയോ ഇടാതിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി ആ പൈസയൊക്കെ ആയിട്ട് അകത്തേക്ക് പോയിട്ട് കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചന്ദ്ര ആ പൈസയിൽ കണ്ടുവച്ചിട്ടുണ്ട്. ചന്ദ്രയ്ക്ക് ആ പൈസ കൊടുക്കുന്നൊക്കെ ഓർത്തു. പക്ഷെ രേവതി അതിൽ നിന്നൊരു നയാ പൈസ ചന്ദ്രയ്ക്ക് കൊടുക്കുന്നില്ല. അതിന്റെ കാര്യമില്ല. ചന്ദ്രയ്ക്ക് എന്തിനാ വെറുതെ പൈസ കൊടുക്കുന്നുള്ള ഒരാക്കും ആ വീട്ടിലെ പണിയെല്ലാം എടുപ്പിച്ച് വേലക്കാരിയുടെ സ്ഥാനത്ത് കാണുന്ന നമ്മുടെ രേവതി പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ കാണുന്നത്. പിന്നെ എന്തിനാണ് രേവതി പൈസ കൊടുക്കണം? അപ്പൊ രേവതി പൈസ കൊടുക്കാതെ തന്നെയാണ് ഇറങ്ങി പോകുന്നത്. മുഖത്ത് നോക്കി ചോദിച്ച പോലെ ആയി പോയി ചന്ദ്ര, കേട്ടോ. അതുപോലെ കിട്ടുന്ന പ്രതീക്ഷിച്ചു. ശ്രുതി എനിക്ക് പൈസ തന്നേനെന്നൊക്കെ പറഞ്ഞു. ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു രേവതിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുമായിരിക്കുന്നു. ഏതായാലും രേവതി അതൊന്നും കൊടുക്കാൻ നിന്നില്ല. രേവതിക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുമ്പോഴല്ലേ രേവതി പൈസ കൊടുക്കാൻ പോകുന്നത്. ഏതായാലും രേവതി പിന്നെ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, നമ്മുടെ മഹേഷിന്റെ അടുത്തേക്കാണ്, ടാക്സി സ്റ്റാൻഡിലേക്കാണ്. അപ്പൊ അവിടെ ചെന്നിട്ടും കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സച്ചിക്ക് ഒരു കാർ മേടിക്കണം, അത് തന്നെയാണ് രേവതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ സച്ചിക്ക് കാർ മേടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു, ഇങ്ങനെ സച്ചിക്ക് ഇഷ്ടമുള്ള ഒരു കാറുണ്ട്, പക്ഷെ അവന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അവൻ തൽക്കാലം അത് മാറ്റി വെച്ചിരിക്കുകയാണ്, അവൻ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം രേവതി പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യും, എന്നെ ആ കാറൊന്നും കൊണ്ട് കാണിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു, രേവതിക്ക് കാറ് മേടിക്കാനാണോ? അത് പിന്നെ സർപ്രൈസ് ആയിട്ട് എനിക്ക് സച്ചേട്ടന് കാറ് മേടിച്ചു കൊടുക്കാനായിരുന്നു, ആ കാറ് എന്നെ ഒന്ന് കൊണ്ട് കാണിക്കുമെന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്താ, രേവതി കയറിക്കുമെന്ന് പറഞ്ഞു. മഹേഷിന്റെയും കുറച്ച് കൂട്ടുകാരന്മാരുടെയൊക്കെ കൂടി നമ്മുടെ രേവതി കാറ് നോക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നു കാറ് നോക്കുന്ന സ്ഥലത്ത് ചെന്നു. സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് കാറ് കാണിച്ചു. ഇതാണ് സച്ചിക്ക് ഇഷ്ടപ്പെട്ട കാറെന്ന് പറഞ്ഞു. അപ്പൊ രേവതിക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പം ആ കാർ ഷോറൂം സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്ന ഷോറൂമിന്റെ ഓണർ വന്നിട്ട് പറഞ്ഞു, ഇതിന് എത്ര ലക്ഷമോ, 3 ലക്ഷമോ 5 ലക്ഷമോ അങ്ങാണ്ടാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ രേവതിയുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല. അപ്പൊ രേവതി പറഞ്ഞു, അയ്യോ സാർ, എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, അത് സാരമില്ല, അതൊക്കെ നിങ്ങൾക്ക് വേറെ രീതിയിൽ ഫിനാൻസ് ഒക്കെ ഇട്ട് തരാം ഞങ്ങൾ. ഇപ്പൊ ഒരു 80,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ, 80,000 രൂപ എന്ന് പറഞ്ഞപ്പം രേവതി ഓക്കെ, 80,000 രൂപ അല്ലേ, സാരമില്ല, എങ്ങനെയൊക്കെ ഒപ്പിക്കാം, 80,000 അല്ലേ ഉള്ളൂ, എന്നാ പിന്നെ ഓക്കെ ആക്കി. അപ്പൊ അതിനു മുമ്പായിട്ട് സച്ചി വണ്ടിയൊക്കെ ഓടിച്ചൊന്ന് നോക്കണമല്ലോ. സച്ചി വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ, വണ്ടി ഓടിച്ചൊന്നും നോക്കിയില്ല. അപ്പൊ നമ്മുടെ രേവതി മഹേഷിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ പൈസ ഇച്ചിരി കൂടെ ഒക്കെ ഒപ്പിച്ച് നമുക്ക് ഈ വണ്ടി തന്നെ ഫിക്സ് ചെയ്യാം, പക്ഷെ സച്ചേട്ടനെ വിളിച്ച് ഈ വണ്ടി ഒന്ന് കാണിക്കണം, സച്ചേട്ടൻ ഒന്ന് ഓടിച്ച് നോക്കണം, സച്ചേട്ടന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമുക്ക് എടുക്കാന്ന് പറഞ്ഞപ്പോൾ, അല്ല രേവതി, നീ സർപ്രൈസ് കൊടുക്കാന്നല്ലേ പറഞ്ഞത്, സർപ്രൈസ് കൊടുക്കുമ്പോ എങ്ങനെയാ സച്ചിനെ വിളിച്ച് ഈ വണ്ടിയൊക്കെ കാണിക്കുന്നത്? പിന്നെ സർപ്രൈസിന് എന്താ ഒരു ഇതിരിക്കുന്നേ? അല്ല, വേറെ ആർക്കെങ്കിലും ഉള്ള വണ്ടിയാണ്, അത് സച്ചേട്ടനൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ മതി, ഡ്രൈവർ ആണല്ലോ, അപ്പോൾ ഓടിച്ചു നോക്കി നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയാ. ഒരു കാര്യം ചെയ്യാം, മഹേഷ് എൻ്റെ കൂട്ടുകാരനാന്ന് പറ. ഓ, അവനോട് നുണ പറഞ്ഞ് പറ്റിക്കാൻ ഭയങ്കര പാടാ രേവതി, പിന്നെ സാരമില്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും രേവതി ഈ സമയത്ത് പൈസ ഇച്ചിരിയും കൂടെ ഒപ്പിക്കാൻ വേണ്ടി എങ്ങോട്ടോ പോയി, കേട്ടോ. അപ്പം ദേവുവിനെ കണ്ടു വഴിക്ക് വെച്ചപ്പം ദേവുവിനോട് കാര്യം പറഞ്ഞപ്പോൾ ദേവു പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ അവിടെ പുതിയതായിട്ടൊരു പലിശക്കാരൻ പൈസ കൊടുക്കുന്നുണ്ട്, ഒത്തിരി വലിയ പലിശയൊന്നുമില്ല, മനസ്സും നന്മയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പം എന്നാ പിന്നെ എവിടെയാ വീടെന്ന് ചോദിച്ചപ്പോൾ, ഒരു കാര്യം ചെയ്യുക, ചേച്ചി പോയി ചോദിക്കുകയൊന്നും വേണ്ട, ഞാൻ അയാളെ പറഞ്ഞു വിട്ടേക്കാം, ചേച്ചിയുടെ കടയിലേക്ക് പറഞ്ഞു വിട്ടേക്കാന്ന് പറഞ്ഞു. രേവതി അങ്ങനെ കടയിൽ വന്നിരിക്കുന്ന സമയത്ത്, കടയിലില്ല കേട്ടോ, കടയിലില്ലാത്ത സമയത്താണ് അയാൾ വരുന്നത്. അപ്പൊ അയാൾ വന്ന് കടയുടെ മുമ്പിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഒരു സംശയം, ഇത് ആരപ്പാ തന്റെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്? ചന്ദ്ര ഓടി വന്നിട്ട്, ഇതെന്താ നിങ്ങൾ ഇവിടെ ചുറ്റിക്കറങ്ങുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ പൂക്കട, ഇതാ പൂക്കട, അത് പിന്നെ ഞാന് ഈ പൂക്കട വരെ വന്നതാ. പൂക്കട വരെ വന്നതാണോ? അല്ല, നിങ്ങൾ എന്തിനാ ഇതിലെ ചുറ്റിക്കറങ്ങുന്നത്? പൂക്കട വന്നാണെങ്കിൽ പൂക്കട അടഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ? നിങ്ങക്ക് വീട്ടിൽ പോകത്തില്ല അടഞ്ഞു കിടക്കുമ്പം? ഈ ചന്ദ്രമതിയോടാ കളി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, അപ്പൊ ഈ പൂക്കടയുടെ ഓണർ നിങ്ങളാണല്ലേ? ചന്ദ്രമതി പൂക്കട എന്നാണല്ലോ ഇട്ടിരിക്കുന്നത്. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെയാ അറിയേണ്ടത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ രേവതി വന്നു പറഞ്ഞേ, അയ്യോ സാർ, ക്ഷമിക്കണം സാർ, ഞാനാ സാറിനെ തിരക്കിയെന്ന് പറഞ്ഞു. അപ്പം ചന്ദ്ര വല്ലാത്തൊരു നോട്ടമൊക്കെ.
ഇവളെന്തിനാ ഇയാളെ ഇപ്പം വിളിച്ച് ഇങ്ങോട്ട് കയറ്റി ചെയ്ത് ആ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ചന്ദ്ര അങ്ങോട്ട് അകത്തേക്ക് കയറി പോയി പോയി ഇങ്ങനെ മാറി മാറി നിന്നു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതിക്ക് ഇങ്ങനെ പലിശ പൈസ കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചന്ദ്ര കണ്ടു കേട്ടോ. ഇപ്പം പലിശ പൈസയൊക്കെ മേടിച്ച് ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട് നിനക്ക് എന്തിനാണ് ഇത്രമാത്രം പൈസ? അല്ല നീ പൂ കെട്ടി നിന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, പിന്നെ നിനക്ക് പൈസയോ? ഇത് എന്തിനാ നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനാണോ? ദേ എന്റെ വീട് കാണിച്ചാണോ നീ ഇപ്പൊ പൈസ മേടിച്ചെടുത്തതെന്ന് ചോദിച്ചപ്പം ദേ എന്റെ പൊന്ന് അമ്മയുടെ വീട് കാണിച്ച് എനിക്ക് പൈസ മേടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേ ഞാൻ കട കാണിച്ച പൈസ മേടിച്ചെടുത്തത്. കടയാണെങ്കിലും എൻ്റെ വീടിന്റെ മുമ്പിലല്ലേ ഇരിക്കുന്നത്. അത് പിന്നെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാനേ ഒരു സ്ഥലം വരെ പോവാ. നീ ഒരു സ്ഥലം വരെ പോവാന്നോ? എങ്ങോട്ട്? അത് അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും ഈ പൈസ എന്തിനാ മേടിച്ചതെന്നൊക്കെ. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് പോയി. രേവതി അങ്ങ് ചെന്നു. രേവതി ചെല്ലുന്ന ഈ ഒരു സമയത്തിന് മുമ്പ് തന്നെ സച്ചിനെ നമ്മുടെ മഹേഷ് കൊണ്ടുപോയി കാറ് കാണിക്കാണ് കേട്ടോ. അപ്പൊ സച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാറ്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എനിക്ക് പൈസ ഉണ്ടായിരുന്നു ഞാൻ എടുത്തേനേടാ, ഇതെനിക്ക് അത്രമാത്രം എന്തോ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി ഈ കാർ, എന്ത് രസമാണ്, നല്ലൊരു കാറാ എന്നൊക്കെ പറഞ്ഞു. എടാ നീ എന്നാ പിന്നെ ഓടിച്ചു നോക്ക്. ഞാൻ എന്തിനാ ഓടിച്ചു നോക്കുന്നല്ല, നീ കാർ എടുക്കുന്നുണ്ടോ? ഇത് എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയാ. ഏത് കൂട്ടുകാരൻ? അത് നമ്മുടെ ആ പ്രകാശനല്ലേ? ആ പ്രകാശൻ, അവന് കാറുണ്ടല്ലോ. അല്ല, അവന്റെ വകയിലൊരു അമ്മാവന്റെ മകനെങ്ങാണ്ടാണ് ഈ കാറ്. അപ്പം നന്നായിട്ട് ഓടിച്ചു നോക്കുന്ന അറിയാവുന്നവരെ കൊണ്ടൊക്കെ നോക്കിക്കണമല്ലോ. നീ ആണെങ്കിൽ നല്ല എക്സ്പെർട്ട് അല്ലേ ഡ്രൈവിംഗിൽ? എന്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നീ ഒന്ന് ഓടിച്ചു നോക്കാനൊക്കെ പറഞ്ഞു. നമ്മുടെ സച്ചി ഓടിച്ചൊക്കെ നോക്കി. സച്ചിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സച്ചി പറഞ്ഞ സത്യമായിട്ടും എൻ്റെ ഈ പൈസ ഉണ്ടായിരുന്നു ഞാൻ ഈ വണ്ടി ഇപ്പം മേടിച്ചേനേടാ. കാരണം എന്തോ ഒരു പ്രത്യേക ഒരു ഇത് തോന്നുക ഈ വണ്ടിയിൽ കയറി ഇരുന്ന് ഓടിക്കുമ്പം. എന്തോ നമ്മുടെ ആണെന്നൊരു ഫീലിങ്സ് ഒക്കെ വരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, പൈസ ഇല്ലല്ലോ. ആ സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രേവതി ഇതപ്പുറം മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതിക്കും സന്തോഷമായി. അപ്പൊ പിന്നെ സച്ചിക്ക് ഇഷ്ടമുള്ള കാറും കൂടെ ആണല്ലോ, പിന്നെ എന്താ വേണ്ടത്? ഏതായാലും രേവതി മനസ്സിൽ സമാധാനത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എങ്കിൽ പിന്നെ ശരിയിടാ ഞാൻ പോവാന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോയി. ഏതായാലും രേവതി കാറ് മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടോ. കാറ് മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയെയും മീരയെയും കാണിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതിയും മീരയും ബ്യൂട്ടി പാർലറിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്രുതി കടന്നു വരികയാണ്. ശ്രുതി കടന്നു വന്നപ്പോഴത്തേക്കുമാണ് ഗ്രീൻലാൻഡ് എന്നും പറഞ്ഞുകൊണ്ട് ആ ബോർഡ് കണ്ടത്. നമ്മുടെ ശ്രുതി ചോദ്യം ചെയ്യുവാണ് ശ്രുതിയെ, നീ എന്തിനാണ് ഇങ്ങനെ പേരൊക്കെ മാറ്റിയതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ പേര് മാറ്റിയത് വേറൊന്നും അല്ല, പേര് മാറ്റിയത് നമ്മളിപ്പം വേറൊരു ബ്രാഞ്ചുമായിട്ട് ചേർന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ വേറൊരു ബ്രാഞ്ചുമായിട്ട് ചേരുമ്പോൾ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടും. നമ്മുടെ ഈ ഒരു ബ്രാഞ്ച് വികസിക്കുമല്ലോ. അപ്പം അവരുടെ പേരാണ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം വന്നു കേട്ടോ. ഓഹോ, എൻ്റെ അമ്മയുടെ പേര് മാറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതും ഇതുമൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി വീഴ്ത്തി. സാരമില്ല, നമുക്ക് ഇപ്പൊ പണമല്ലേ ആവശ്യം, പണമല്ലേ വേണ്ടത്, അതിപ്പോ പേരിൽ എന്തിരിക്കുന്നു, ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞിട്ട് അതിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നത്, നമുക്ക് അത്രയും ലാഭം കിട്ടൂലേ അവരുടെ ബ്രാഞ്ചുമായിട്ട് ചേരുമ്പോഴെന്നൊക്കെ പറഞ്ഞു. ആണോ, ലാഭം കിട്ടുമോ? അപ്പൊ പൈസ എന്ന് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കും എന്നാ പിന്നെ കുഴപ്പമില്ല, ഈ കാര്യം ഞാൻ വീട്ടിൽ പറയട്ടെ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഓർത്ത്, എന്റെ ദൈവം ഇത് വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചന്ദ്രയ്ക്ക് ദേഷ്യം വരും. ചന്ദ്രയ്ക്ക് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചന്ദ്രയുടെ പേര് ബ്യൂട്ടി പാർലറിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യമാവുന്ന നന്നായിട്ട് ശ്രുതിക്ക് അറിയാം. അതുകൊണ്ട് ശ്രുതി പുറകെ പോയി. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു, നേരെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ അവിടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും ശ്രീകാന്തും വർഷയും രവീന്ദ്രനും ചന്ദ്രയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓടി ചെന്നിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട്, എല്ലാവരെയും വിളിച്ചിങ്ങനെ കൂട്ടുക. അപ്പൊ എല്ലാവരും വന്നപ്പോ അതെ എന്റെ ഭാര്യയെ ഇപ്പം ബ്യൂട്ടി പാർലർ വേറൊരു ബ്യൂട്ടി പാർലറുമായിട്ട് ചേർന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് നടത്തുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചേ, ഒരുമിച്ചോ? അതെന്താ അങ്ങനെ? അതെന്താ ഇവക്ക് ഒറ്റയ്ക്ക് നടത്തിയാലേ? അമ്മ അങ്ങനെ നടത്തിയിട്ടുണ്ട് കൂടുതൽ ലാഭം കിട്ടുന്നേ. അത് മാത്രമല്ല നമ്മുടെ ബിസിനസ് ഇപ്പം വലിയൊരു ബിസിനസ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സും ഈ ബിസിനസ്സും കൂടെ കൂടി ഒരു വമ്പൻ തന്നെ ബ്രാഞ്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയെന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ എന്റെ പേര് മാറ്റി ഗ്രീൻലാൻഡ് എന്നാക്കിയതെന്ന്. ഇത് കേട്ടതും ചന്ദ്രയുടെ കിളി പോയില്ലേ. ചന്ദ്ര ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് മാറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി വന്ന ഉടനെ അത് പിന്നെ അമ്മ ആരോട് ചോദിച്ചിട്ടടി എന്റെ പേര് മാറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ, നമുക്ക് വേറെ ഒന്നും അല്ലല്ലോ വേണ്ടത്, ഇപ്പൊ നമുക്ക് ഒത്തിരി ബ്രാഞ്ചുകൾ വേണം. നമുക്ക് ഈ ഒരു ബ്രാഞ്ച് കൊണ്ട് മാത്രം പോരാ, നമുക്ക് ഇതിന്റെ കുറെ ബ്രാഞ്ചുകളായിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിലൊക്കെ ബിസിനസ് വളരണമെങ്കിലൊക്കെ അവരൊരു വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ അവർക്ക് വലിയൊരു കുറെ ബ്രാഞ്ചുകളൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂടെ ലാഭം കിട്ടൂല. അപ്പൊ നമുക്ക് വേറെ ബ്യൂട്ടി പാർലർ തുടങ്ങി അതിന് നമുക്ക് ഇടാലോ. പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പം അതൊന്നും ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ കിടന്ന് തുള്ളി.
അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി രവീന്ദ്രനും തമ്മിൽ കണ്ണിൽ കണ്ണി നോക്കുന്നത്. രവീന്ദ്രനും സച്ചി ഇത് നേരത്തെ അറിഞ്ഞായിരുന്നല്ലോ ഈ പേര് മാറ്റിയ കാര്യം. അതുകൊണ്ട് അവർക്കത് വലിയ ഷോക്കൊന്നുമല്ല. അങ്ങനെ നമ്മുടെ സുധി ഒരു തരത്തില് സുധിയും പറയാണ്, അമ്മ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്, ഇനി ഒരു 3-4 ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ അമ്മയുടെ പേര് എല്ലാത്തിനും ഇടത്തില്ലേ, അമ്മയ്ക്ക് അവിടെ ചെന്ന് എന്നതാ MD ആയിട്ടൊക്കെ ഇരിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും ഡയലോഗൊക്കെ അടിച്ചപ്പം ഓക്കെ ഓക്കെ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു, ഇനിയിപ്പൊ ആകെ ഒരേ ഒരു കടയേ ഉള്ളൂ ചന്ദ്രപതിയുടെ പേരില്, ഞങ്ങളുടെ പൂക്കട. അതാണ് രേവതിയുടെ സ്നേഹം. രേവതി എത്ര കട വന്നാലും ഇനി ഈ പേര് മാറ്റത്തില്ലെന്ന് പറയുമ്പോ രേവതിയും പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ പേരിട്ടത് ഒരിക്കലും മാറ്റാൻ പോകുന്നില്ലെന്ന്. ഇത് നമ്മുടെ ശ്രുതിക്കൊരു തിരിച്ചടി ആയി കേട്ടോ. അതായത് ഈ സമയത്ത് നമ്മുടെ ശ്രുതി റൂമിനകത്ത് കയറി ചെന്നതും പെട്ടെന്ന് ചന്ദ്ര റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. റൂമിനകത്തേക്ക് ചെന്ന് കയറി കുറ്റി അങ്ങ് ഇട്ടിട്ട്, നീ എന്ത് പരിപാടിയാടി കാണിച്ചത്, കുറെ ദിവസമായി കുറെ മാസമായി നീ തുടങ്ങിയിട്ട്, നിന്റെ അച്ഛൻ മലേഷ്യയിലാന്നൊക്കെ പറയുന്നതല്ലാതെ നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ലല്ലോ. എന്നിട്ട് പോലും ഞാൻ നിന്നോട് ഒരു അകൽച്ച കാണിച്ചിട്ടില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, മൂത്ത മരുമകളുടെ സ്ഥാനത്ത് നിർത്തിയിട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് നീ എൻ്റെ പേര് മാറ്റിയത് എന്തിനാടി, ആരോട് ചോദിച്ചിട്ടാടി? ആ ബ്യൂട്ടി പാർലർ തുടങ്ങിയത് എൻ്റെ കനിവ് കാരണമല്ലേടി, ഞാൻ കൊണ്ടുപോയി പ്രമാണം വെച്ചല്ലേടി നിനക്ക് പൈസ തന്നത്. അത് നീ പിന്നെ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുത്തെങ്കിലും ആ പ്രമാണം അന്ന് ഞാൻ വിറ്റ് തന്നില്ലെങ്കിൽ എന്നാ ചെയ്യുമായിരുന്നടി എന്ന് ചോദിച്ചങ്ങ് ചെന്നില്ലേ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക്. ചന്ദ്രയുടെ താനി സ്വരൂപം കണ്ടു കേട്ടോ ശ്രുതി അങ്ങ് പേടിച്ചു പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഫൈറ്റിംഗ് ആവുന്നു. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഞാൻ അവിടെ വെച്ചൊന്നും പറയാതിരുന്നത് രേവതിയുടെ സച്ചിയുടെ മുമ്പിലിട്ട് നിന്നെ പൊരിക്കണ്ടെന്ന് ഓർത്തോണ്ടാ. നിന്നെ പൊരിച്ചാൽ എനിക്കും കൂടെയാണല്ലോ നാണക്കേട്. നിന്നെ ഞാൻ തലയിലെടുത്ത് കയറ്റി വെച്ചിരിക്കല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്തിനും ഏതിനും ഈ ചന്ദ്രയോട് അനുവാദം ചോദിക്കാതെ എന്തെങ്കിലും ചെയ്താല് വർഷേ എന്നല്ല കേട്ടോ ശ്രുതി, നിന്റെ സ്ഥാനം ഈ വീടിന്റെ വെളിയിലായിരിക്കും. അറിയാലോ, നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, നിന്റെ അച്ഛൻ അമ്മ എന്നല്ല, നിന്റെ അച്ഛൻ, നിന്റെ മാമൻ, എല്ലാവരും എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ വന്നിരിക്കണം. പിന്നെ നീ വലിയ പണക്കാരിയൊക്കെ ആയിരിക്കും, പക്ഷെ ഈ ചന്ദ്രയായി വീട്ടിലെ അമ്മായിയമ്മ, ആ അമ്മായിയമ്മയുടെ സ്ഥാനം തന്നെ എനിക്ക് കിട്ടിയിരിക്കണം. അറിയാലോ, ഇനി മേലാല് എന്നോട് ചോദിക്കാതെ ഒന്നും നീ ചെയ്തു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. ഒരിക്കലും നമ്മുടെ ശ്രുതി ചന്ദ്രയുടെ ഈ ഒരു മുഖം കണ്ടിരുന്നില്ല. വല്ലാണ്ടങ്ങ് പേടിച്ച് വിറച്ചു പോയി കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പൊ ആ ഒരു വിഷയമൊക്കെ തീർന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നേരെ പരപര വെളുക്കുന്നു. നേരം പരപര വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി നല്ല ഒരുക്കുവാണ് കേട്ടോ. മുല്ലപ്പൂവൊക്കെ വെച്ച് നന്നായിട്ട് ഒരുങ്ങി. ഇപ്പൊ സച്ചു ചോദിച്ചു, നീ ഇതെന്താ ഒരുങ്ങുന്നത്? അത് പിന്നെ എനിക്ക് അമ്പലത്തിൽ വരെ ഒന്ന് പോകണം. അമ്പലത്തിൽ പോകാനോ? ഓഹോ, അല്ല എന്നും നീ അമ്പലത്തിലൊക്കെ പോകാറുണ്ടല്ലോ, ഒരിക്കലും ഇല്ലാത്ത ഒരുക്കമാണല്ലോ. അത് പിന്നെ വേറൊന്നുമല്ല സച്ചേട്ടൻ, കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ട്. സച്ചേട്ടന് വരണം. ഞാൻ അമ്പലത്തിൽ വരാനോ? പിന്നെ എനിക്കൊന്നും പറ്റത്തില്ല. അത് പിന്നെ സച്ചേട്ടന് വരണം. നമ്മുടെ പൂമാല അന്ന് അവർ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ സച്ചേട്ടനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയ കാരണം നേർച്ച ഉണ്ടായിരുന്നു. അതുകൊണ്ട് സച്ചേട്ടൻ വന്നേ പറ്റൂ. എന്തിനാ രേവതി നീ ഈ കൂട്ടുള്ള നേർച്ചകളൊക്കെ നേരുന്നത്? ഓ, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഇനി മേലെ ഇതുപോലെ നേർച്ച ഒന്നും നേർന്നേക്കല്ലോ കേട്ടോ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് സച്ചേട്ടാ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, സച്ചേട്ടൻ ഒരുങ്ങ്, നമുക്ക് അമ്പലത്തിലേക്ക് പോകാന്ന് പറഞ്ഞു. ഏതായാലും അമ്പലത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ മഹേഷ് ആ വണ്ടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം സർപ്രൈസ് ആയിട്ട് കൊടുക്കണമല്ലോ, അമ്പലത്തിൽ വെച്ച് തന്നെ വണ്ടി പൂജിച്ച് കൊടുക്കാനാണ് നമ്മുടെ രേവതിയുടെ തീരുമാനം. അങ്ങനെ രേവതിയും സച്ചിയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പൂമാലയൊക്കെ ആയിട്ട് നമ്മുടെ ദേവു നിൽക്കുക. ഇപ്പം ദേവുവിനെ കണ്ടുകൊണ്ട സച്ചി വെച്ച്, ഇതെന്താ വീണ്ടും കല്യാണത്തിനുള്ള പുറപ്പാടാണോ? അതേ 2 പ്രാവശ്യം ഞാൻ ഇവിടെ കെട്ടി, ഇനി ഞാൻ ഇവിടെ കെട്ടാനാണോ എന്ന് ചോദിച്ചപ്പം, ഹേയ് കെട്ടുമൊന്നും വേണ്ട, ചിലപ്പം കെട്ടിയേക്കും, ഒരു പ്രാവശ്യമല്ല 3-4 തവണ കെട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മഹേഷിനെ കണ്ടോണ്ട്, എടാ നീ എന്താണ് ഇവിടെ, അല്ല ഈ വണ്ടി കൊണ്ടിട്ടാണ് നീ ഇവിടെ എന്ന് ചോദിച്ചു. അത് പിന്നെ എന്റെ കൂട്ടുകാരനല്ലേ ഈ വണ്ടി എടുത്തത്, നീ വണ്ടിയുടെ പൂജയാ, അപ്പൊ കൂട്ടുകാരൻ വരാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കുകയാണ് സച്ചി എന്ന് പറഞ്ഞു. ആണോ? ആഹാ, ഏതായാലും കൊള്ളാലോ, വണ്ടിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ. അതേ, അടിപൊളി വണ്ടിയല്ലേ രേവതി, എനിക്ക് ഈ വണ്ടി വല്ലാതെ ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ പൈസ ഇല്ലായിരുന്നു. ഇനിയിപ്പോ പൈസ വരും നമുക്ക് എടുക്കാല്ലേ രേവതി എന്നൊക്കെ ഇങ്ങനെ പറയാ. അപ്പോഴത്തേക്ക് അമ്പലത്തിലെ പൂജാരി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേ സച്ചിനെ കണ്ടോണ്ടേ, സച്ചി നീയേ നല്ല മിടുക്കനാടാ, നിനക്ക് കിട്ടിയിരിക്കുന്ന ഭാര്യ അതിലും നല്ല മിടുക്കിയ, നിങ്ങൾ രണ്ടും ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിളങ്ങുന്നത്. അതുകൊണ്ടാണല്ലോ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പെട്ടെന്ന് സച്ചി ചോദിച്ചു, എന്ത് നല്ല കാര്യമാണ്? അല്ല ശാന്തി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ സച്ചിയേട്ടാ, പൂമാലയുടെ ഓർഡർ 500 കിട്ടിയില്ലേ, അതിന്റെ കാര്യമാ. ഓ, അതിന്റെ കാര്യമാണോ? അതൊക്കെ രേവതിയുടെ മിടുക്കല്ലേ. അപ്പൊ ശാന്തി വീണ്ടും പറഞ്ഞു, അതെ ഇത് രേവതിയുടെ മിടുക്ക് തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ശാന്തി, അതെ രേവതി സച്ചി ഇങ്ങനെ നീങ്ങി നിന്നേന്ന് പറഞ്ഞു. നീങ്ങി നിൽക്കാനോ? എന്നിട്ട് ആ വണ്ടിയുടെ അടുത്തേക്ക് പോയി. വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് രേവതിനെ സച്ചിനെ ഇങ്ങനെ ആരതി ഒഴിഞ്ഞ് വണ്ടിക്ക് ഇങ്ങനെ കുറെ കുറിയും വരെയൊക്കെ തൊട്ടു.
അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, ഇതെന്താ കാണിക്കുന്നത്, ഇതെന്താ ഈ വണ്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞങ്ങളെ ആരതി ഒഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്കാണ് മഹേഷ് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് കൂട്ടുകാരനല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയാ, ഈ നിൽക്കുന്ന നിന്റെ ഭാര്യ രേവതി, രേവതി മേടിച്ച വണ്ടിയാ ഇത്. പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു, കണ്ണൊക്കെ അങ്ങ് തള്ളിപ്പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു, അതെ, എൻ്റെ ചേച്ചി മേടിച്ച വണ്ടി. ഇത് ആർക്ക് വേണ്ടി മേടിച്ചതെന്ന് അറിയാമോ? സച്ചേട്ടന് വേണ്ടി മേടിച്ചതാ. സച്ചേട്ടൻ ഓട്ടോ ഓടിക്കുന്നത് കണ്ടപ്പം മുതൽ എൻ്റെ ചേച്ചിക്കുണ്ടല്ലോ ഒരു സമാധാനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഭർത്താവ് ഒരിക്കലും ഓട്ടോയൊന്നും ഓടിക്കണ്ട. ടാക്സി ഓടിച്ചുകൊണ്ട് നടന്ന ഭർത്താവിന് ഓട്ടോ വേണ്ട. ഇനി ടാക്സി ഓടിച്ചുകൊണ്ട് നടന്ന ഭർത്താവ് ടാക്സി ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഭാര്യ സർപ്രൈസ് തന്നതാണ്. കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോയിട്ടോ. സത്യം പറഞ്ഞാൽ ആ സീൻ കാണുമ്പോൾ നമ്മുടെ കണ്ണു ഒന്ന് നിറഞ്ഞു പോകും കേട്ടോ. അതുപോലെ ഒരു അടിപൊളി സീൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഒരിക്കലും രേവതി അങ്ങനെ കൊടുക്കുന്ന സച്ചി പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഈ സർപ്രൈസുകൾ കിട്ടുമ്പോഴുണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥയല്ല, ഒരു സന്തോഷം, മനസ്സിന്റെ സന്തോഷം. എനിക്ക് കൂടുതൽ സർപ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ ആ സന്തോഷം എന്നാന്ന്. ഈ സർപ്രൈസ് കിട്ടുന്നവർക്കറിയാം. എനിക്കങ്ങനെ സർപ്രൈസ് ഒന്നും ആരും തരാറില്ല. അപ്പം ഈ സർപ്രൈസ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും. എനിക്ക് കിട്ടിയില്ലെങ്കിലും, എനിക്ക് സർപ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിലും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം നമുക്കറിയാലോ. അപ്പൊ ആ ഒരു സന്തോഷമാണ് നമ്മുടെ സച്ചിക്കുള്ളത്. സച്ചിക്ക് ലോകം കീഴടക്കിയ പോലെയാണ്. പിന്നെ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ആയിട്ട്, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് രേവതിയോടുള്ള സ്നേഹപ്രകടനവും ഒക്കെ ആയിട്ട് ഇങ്ങ് നീണ്ടു നിരന്ന് പോവാണ്. ഈ വണ്ടിയും കൊണ്ട് ചന്ദ്രോദയത്തേക്ക് ചെല്ലുമ്പോ അവിടെയോ, അയ്യോ, നമ്മുടെ ചന്ദ്രയുടെ ചങ്ക് പൊട്ടി തകർന്നു പോവാണ്. ഒപ്പം ഈ വണ്ടി മേടിച്ച നമ്മുടെ രേവതി മിടിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ എന്തുകൊണ്ട് കോടീശ്വരിയായ നമ്മുടെ ശ്രുതിക്ക് വണ്ടി മേടിച്ചു കൊടുത്തുകൂടാ? അല്ല, വണ്ടിയല്ല, ഒരു ബിസിനസ് ചെയ്ത് കൊടുത്തുകൂടാ എന്ന് ചന്ദ്രയ്ക്ക് തോന്നിയാൽ അത് തെറ്റാണോ? ഒരിക്കലും ഒരു തെറ്റല്ലല്ലോ. അതെ, ഇനി ശ്രുതിക്ക് വീണ്ടും തലവേദനയാണ്. ഈ വണ്ടിയും കൊണ്ട് ചെല്ലുമ്പോൾ ഒന്നുമില്ലാതെ പൂകെട്ടി നടക്കുന്ന നമ്മൾ ഒരു വണ്ടി ഭർത്താവിന് മേടിച്ചു കൊടുത്തു. നിനക്ക് എന്തുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള പൈസ നിന്റെ അച്ഛനോട് ചോദിച്ച് മേടിച്ചു കൊടുത്തുകൂടാ? എത്രയും പെട്ടെന്ന് അവനൊരു ബിസിനസ് തുടങ്ങി കൊടുക്കണം ശ്രുതിയെ എന്നാണ് നമ്മുടെ ചന്ദ്രയുടെ ഉത്തരവ്. ഏതായാലും നമ്മുടെ ശ്രുതിയാണ് ആകെ പെട്ടുപോകുന്നത്. അപ്പൊ ഇതൊക്കെ നിറഞ്ഞൊരു അടിപൊളി വിശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പം ഏകദേശം ഫുൾ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ന്യൂ അപ്ഡേറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം. നമ്മളിന്ന് രാവിലെ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മുടെ രേവതിയുടെ സച്ചിയുടെ വിശേഷം ഇടാതിരുന്നത്. ഞാൻ ഇന്ന് എണീറ്റപ്പം കുറച്ച് വൈകിപ്പോയി. അത് മാത്രമല്ല, കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി നമുക്ക് കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. അപ്പം അതാണ് ഞാൻ രാവിലെ ഇടാതിരുന്നത്. നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. റിയൽ സ്റ്റോറിയിലും ഇട്ടിട്ടില്ലായിരുന്നു. രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത്. അപ്പം കാത്തിരിപ്പുണ്ടായിരുന്നു ഒത്തിരി പേരെന്ന് എനിക്കറിയാം. ഏതായാലും നമ്മൾ സ്ഥിരം ഇടുന്നതാണെന്നും വീഡിയോ. നിങ്ങൾക്കറിയാം, സ്ഥിരം കാണുന്നവർക്ക് ചില ദിവസം ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ മാത്രമേ നമ്മൾ ഇടാതിരിക്കത്തുള്ളൂ. നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ലൈക്ക് അടിക്കാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോണേ. അപ്പൊ ഞാൻ പോവാ. ടാറ്റാ, ബൈ ബൈ.